ജോസഫ് ആന്റണി എന്തായാലും അങ്ങോട്ടുള്ള റിറ്റാലിയേഷൻ തുടങ്ങിയതിന് ശേഷം എന്തായാലും അവിടുത്തെ ഖ്വാജ ആസിഫോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ആണവായുധം എടുത്തങ്ങ് തള്ളിത്തരും എന്ന വീൺവാക്ക് ഇപ്പോൾ പറയുന്നില്ല. നല്ല കാര്യം. നോക്കൂ, ഇന്നലെ രാത്രി ശ്രീനഗറിൽ, ഭുജിൽ, ചണ്ഡീഗറിൽ, ഉത്തർലായിൽ, ലുധിയാനയിൽ, ഫലൗദിയിലൊക്കെ അവർ ഈ പറഞ്ഞ ഡ്രോണുകളും മിസൈലുകളും അയക്കാൻ ശ്രമിക്കുകയാണ്. എസ്കലേഷൻ ഞങ്ങളില്ല എന്ന് അല്ലെങ്കിൽ ഇന്ത്യ ആക്രമിക്കുന്നതിന് ഞങ്ങൾ മിണ്ടാതിരിക്കാം എന്ന് ഖ്വാജ ആസിഫ് ഒക്കെ പറഞ്ഞപ്പോൾ കള്ളവല്ലേ? ഈ തെമ്മാടി രാഷ്ട്രത്തോട് എന്ത് നയതന്ത്രം നമുക്ക് സംസാരിക്കാൻ പറ്റും ശ്രീ ജോസഫ് ആന്റണി? ഹാഷ്മി, താങ്കൾ ഇൻട്രൊഡക്ഷനിൽ പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് മിസൈലുകൾ പോലെ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച്, ഇപ്പോഴത്തെ പ്രവൃത്തിയെക്കുറിച്ച് ഒരു കവിതാശകലം, അതായത് കുമാരനാശാൻ എഴുതി വെച്ച കവിതാശകലം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം തുടങ്ങാം. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ വരികളാണ്: വണ്ടേ നീ തുലയുന്നു വീണൊരു വിളക്കും കെടുത്തുന്നു എന്ന് പറയും. അതായത് പാകിസ്ഥാനിൽ നടക്കുന്നത്, പാകിസ്ഥാൻ ചെയ്യുന്നത് അതാണ്. പാകിസ്ഥാൻ സ്വയമേ നശിക്കുന്നു, ബാക്കിയുള്ളവരെ കൂടി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. അതാണിപ്പോൾ നടക്കുന്നത്. നമുക്കറിയാം, എല്ലാവർക്കും, എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ആ പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വാസ്തവത്തിൽ വിവേകമതികളായ ഒരു വ്യക്തിയും സ്വപ്നത്തിൽ പോലും ഇന്ത്യയെപ്പോലൊരു രാജ്യവുമായി ഒരു യുദ്ധം നടത്തുന്നതിനെക്കുറിച്ച് വാസ്തവത്തിൽ ആലോചിക്കത്തില്ല. അങ്ങനെയുള്ള അത്രയ്ക്ക് ഗുരുതരമായ അവസ്ഥയിലാണ് ആ രാജ്യം നിൽക്കുന്നത്. അങ്ങനെ ആ രാജ്യം നിൽക്കുമ്പോൾ പിന്നെ ഈ ഒരു ഇപ്പോൾ നമ്മൾ പിന്നെ വളരെ കൃത്യമായി ഒന്നാമത്തെ ഫേസിൻ്റെ ആക്രമണം കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു, ഞങ്ങൾക്ക് വേദനിച്ചു, ഞങ്ങളുടെ വേദനയ്ക്കുള്ള മറുപടി ഞങ്ങൾ നൽകി. ആ മറുപടി വളരെ സൂക്ഷ്മമായിരുന്നു, വളരെ കണിശമായിരുന്നു, വളരെ കൃത്യതയാർന്നതായിരുന്നു. ഞങ്ങൾ അവിടുത്തെ സൈനിക കേന്ദ്രങ്ങളെയോ അവിടുത്തെ സിവിലിയന്മാരെയോ ആക്രമിച്ചില്ല. ഞങ്ങളെ ആക്രമിച്ച, ഞങ്ങളെ വേദനിപ്പിച്ച, ഞങ്ങളുടെ സഹോദരന്മാരെ വധിച്ച ആളുകളെ അല്ലെങ്കിൽ അതിന് പിന്തുണക്കാരെ മാത്രമാണ് ഞങ്ങൾ ആക്രമിച്ചത്, ഞങ്ങൾ പിന്നെ പരിക്കേൽപ്പിച്ചത്. അതോടുകൂടി ഞങ്ങൾ നിർത്തുകയാണ്. ഞങ്ങൾ ആകെ 21 കേന്ദ്രങ്ങൾ ഞങ്ങൾ പിന്നെ ഐഡൻറ്റിഫൈ ചെയ്തതിൽ 9 എണ്ണത്തിൽ മാത്രമാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി 12 സ്ഥലങ്ങൾ കൂടി ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട് എന്നൊരു വാണിംഗ് കൂടി കൊടുത്താണ്. പക്ഷേ നമ്മൾ ഈ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പിന്നെ വളരെ സംഘർഷം വർദ്ധിപ്പിക്കാത്ത തരത്തിലുള്ളതാണ് ചെയ്തതെങ്കിൽ പിന്നെ എന്താണ് ഈ വാസ്തവത്തിൽ പാകിസ്ഥാൻ്റെ മറുപടി ഉണ്ടായത്? തീർച്ചയായും നമ്മൾ നിലനിൽക്കുന്ന സംഘർഷത്തെ ആളിപ്പടർത്തുന്ന തരത്തിലുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിയത്. ആ ശ്രമം വാസ്തവത്തിൽ എന്താണ്, ഈ മുങ്ങിച്ചാകാൻ പോകുന്ന ആളിൻ്റെ ഒരു കച്ചിത്തുരുമ്പിലുള്ള പിടുത്തമാണോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. എന്താണെങ്കിലും പാകിസ്ഥാൻ നടത്തിയ ഈ ആക്രമണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പിന്നെ ശക്തി അറിയാത്തത് കൊണ്ട് നടത്തിയ ആക്രമണമാണ്. നമ്മൾ പറയും ഈ ചൈനീസ് അല്ല ശ്രീ ജോസഫ് ആന്റണി, നമ്മൾ അതിർത്തിയിൽ കണ്ടതാണ് തുടർച്ച. ഈ പറഞ്ഞ പൂഞ്ചിൽ കഴിഞ്ഞ ആഴ്ച ഞാനും ബൽറാമും ജോഗേഷ് സിംഗും അടങ്ങുന്ന വാർത്താ സംഘം ഈ മേഖലകളിൽ പോയതാണ്. അവിടുത്തെ പാവ മനുഷ്യരുമായി സംസാരിച്ചാണ്, അവർ ആശങ്കകൾ കേട്ടതാണ്. അവർ തന്ന റൊട്ടിയും സബ്ജിയും അവരുടെ വീട്ടിൽ നിന്ന് കഴിച്ചവരാണ്. പരമസാധു മനുഷ്യർ 16 പേരെ കൊന്നുകളഞ്ഞു. വേണമെങ്കിൽ അവർക്ക് ഇന്ത്യൻ പോസ്റ്റാണ് ലക്ഷ്യമെങ്കിൽ അവർക്കറിയാത്തതാണോ ഇന്ത്യൻ പോസ്റ്റിലേക്ക് കുറ്റം വെക്കാൻ? അല്ല. അപ്പോൾ അവർ സാധാരണക്കാരെ കൊല്ലുക എന്നതാണ് അവരുടെ ലക്ഷ്യം, അല്ലേ ശ്രീ ജോസഫ് ആന്റണി? എന്നിട്ടും തീരുന്നില്ലേ മുഷ്ക്? അതെ. അല്ല, അവർക്ക് താങ്കൾ പറഞ്ഞതുപോലെ അവർക്ക് നല്ലതുപോലെ അറിയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവുമായി ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാൻ ഒരു ശേഷിയുമുള്ള രാജ്യമല്ല അത് എന്ന് മാത്രമാണോ. അവർക്ക് അവരുടെ ആയുധപുരകൾ സജ്ജമാക്കാനോ ആധുനികവൽക്കരിക്കാനോ കഴിയാത്ത സാഹചര്യത്തിൽ, സാമ്പത്തികമായി ദുർബലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മളെന്താണ് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ 10 വർഷത്തോളമായി നമ്മുടെ ആയുധ രംഗം അതിശക്തമാക്കുകയും ആധുനികവൽക്കരിക്കുകയുമാണ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ ഈ നടന്ന ആക്രമണത്തിൽ നമ്മൾ പ്രയോഗിച്ച 2 ഡ്രോണുകളും അല്ലെങ്കിൽ മിസൈലുകളും, അതായത് റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച S-400 ട്രയംഫ് മിസൈൽ, നമ്മളിപ്പോൾ ഈ സുദർശന ചക്രം എന്ന് പേരിട്ടിരിക്കുന്ന ആ മിസൈൽ, വാസ്തവത്തിൽ നമ്മൾ റഷ്യയുമായിട്ടുള്ള വളരെ അടുത്ത സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയതാണ്. എന്നാൽ വാസ്തവത്തിൽ നമ്മളത് വാങ്ങാൻ തുടങ്ങിയപ്പോൾ അമേരിക്ക നമുക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും എന്നുവരെ നമ്മൾ പിന്നെ ഭീഷണി മുഴക്കിയിരുന്നു. പക്ഷേ ആ ഭീഷണിയുടെ മുമ്പിൽ നമ്മൾ മുട്ടുമടക്കാതെ നമ്മുടെ സുരക്ഷയ്ക്ക്, നമ്മുടെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളുടെ ആയുധത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സുരക്ഷയ്ക്ക് S-400 ട്രയംഫ് മിസൈൽ തന്നെ വേണം എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ റഷ്യയിൽ നിന്നും അമേരിക്കൻ ഭീഷണിയെ പോലും മാനിക്കാതെ നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ നമ്മളത് വാങ്ങും എന്ന് പറയുന്ന നിർബന്ധത്തിൻ്റെ മുമ്പിൽ അവസാനം അമേരിക്കയ്ക്ക് വഴങ്ങേണ്ടി വന്നു.
അങ്ങനെയുള്ള ഒരു പിന്നെ ആയുധമാണ് S-400 ട്രയംഫ് മിസൈൽ. അതുപോലെ തന്നെ ഹാർപ്പി എന്നൊക്കെ പറയുന്ന ഈ ഇസ്രായേലിൽ നിന്ന് വാങ്ങിച്ച ഡ്രോണുകൾ. ആ ഡ്രോണുകൾ നമുക്കറിയാം, ഇന്നിപ്പോൾ നമ്മൾ തിരിച്ചടിക്ക് നമ്മൾ ഉപയോഗിച്ച രണ്ട് പ്രധാനപ്പെട്ട സംഗതികൾ S-400 ട്രയംഫ് മിസൈലും ഈ ഈ ഡ്രോണുകളുമാണ്. അപ്പോൾ ഈ നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളെക്കുറിച്ചും നമ്മുടെ ആയുധ കരുത്തിനെക്കുറിച്ചും ഇതിനേക്കാളൊക്കെ ഉപരിയായി നമുക്കുള്ള രാഷ്ട്രീയ പിന്തുണയെക്കുറിച്ചുമൊന്നും യാതൊരു ബോധവുമില്ലാത്ത ഒരു അവിവേകമതിയായ ഒരു പട്ടാള ഭരണാധികാരിയുടെ വളരെ അപകടകരമായ ആക്രമണമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഇങ്ങനെ പോയാൽ ഇവിടെ നമ്മുടെ സൈനിക രംഗത്ത് പ്രവർത്തിച്ചിരുന്ന എൻ്റെ സഹ പാനലിസ്റ്റുകൾ പറഞ്ഞതുപോലെ ഇത് വാസ്തവത്തിൽ പാകിസ്ഥാനെ കൊണ്ട് എത്തിക്കാൻ പോകുന്നത് 1971 ആ ഒരു മൊമെൻറ്റിലേക്കാണ്. അതായത് പൂർണ്ണമായും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് കീഴടങ്ങുന്ന വിധത്തിലേക്ക് ഈ പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് മുന്നിലേക്ക് അയച്ചു കൊടുക്കുന്ന ആത്മഹത്യാപരമായ നിലപാടാണ് അദ്ദേഹം എടുക്കുന്നത്. അങ്ങനെയുള്ള നിലപാടിൽ നിന്നും പിന്മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, ഉടൻ തന്നെ ഈ സംഘർഷം ഉണ്ടായാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമായി മോശമാകുമെന്ന് അറിഞ്ഞതുകൊണ്ടാവണം ഈ സൗദി അറേബ്യയിൽ നിന്ന് നേരത്തെ പ്രഖ്യാപിക്കാത്തൊരു സന്ദർശനത്തിന് സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തി ഇന്ത്യൻ നേതാക്കളുമായി സംസാരിക്കുന്നത്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തി അതായത് അദ്ദേഹം പാകിസ്ഥാൻ സന്ദർശിച്ചതിനായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായി ഇന്ത്യൻ ഭരണകൂടവുമായി സംസാരിക്കുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത് ന്യൂട്രലൈസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് പറയുന്നു. ഇതൊക്കെ വഴങ്ങാൻ ഇന്നും പറഞ്ഞിട്ടല്ലോ, ഞങ്ങൾ ഇന്നും ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം അന്തർദേശീയ തലത്തിൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറുന്ന രാജ്യമാണ്. അത് ആ അന്തർദേശീയ തലത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഞങ്ങൾ മാനിക്കാൻ തയ്യാറാണ്. പക്ഷേ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഈ സാഹസികതയ്ക്ക് മുതിരരുത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പലരും ഇവിടെ യുദ്ധം വേണമെന്ന് ആരും പറയുന്നില്ലടോ. ഇവിടെ യുദ്ധം വേണമെന്ന് ആരും പറയുന്നില്ല. ഇവിടെ പാകിസ്ഥാനെ മുഴുവൻ നശിപ്പിച്ച് അവിടുത്തെ ജനത്തെ മുഴുവൻ കൊന്നൊടുക്കുക എന്നാരും പറയുന്നില്ല. ഇവിടെ നമുക്ക് സമാധാനമായി ജീവിക്കണം. ആ സമാധാനത്തിന് ഭംഗം വരുത്തുന്ന ഒരു രാജ്യം നിരന്തരം ഇടപെട്ടുകൊണ്ടാൽ അതിന് മറുപടി കൊടുക്കലാണല്ലോ ചെയ്യുന്നത്, അല്ലാതെ യുദ്ധമല്ലല്ലോ.